നിങ്ങൾ ഒരിക്കലും കൃഷികളോ കൃഷിയിടങ്ങളോ അതുപോലെ തന്നെ പച്ചപ്പുകളോ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കി കളയരുത്, അത് നീക്കം ചെയ്യരുതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുമ്പോൾ, എന്നാൽ ഇന്ന് മനുഷ്യനെല്ലാം നശിപ്പിക്കുകയാണ്. അള്ളാഹു സൃഷ്ടിച്ചതിനെ നശിപ്പിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്തത് വിനാശകാരികൾ എന്നാണ്. കേൾക്കണോ? വിശുദ്ധമായ ഖുർആൻ പറയുന്നത് കേട്ടോളിൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ തവല്ലാ സആ ഫിൽ അർളി ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർസ വന്നസ്ല വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാം, ചില ആളുകളുണ്ടല്ലോ, അവർ തിരിച്ചു പോയാൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനും ആണെന്ന് പറഞ്ഞ സന്ദർഭം അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, വയുഹ്ലികൽ ഹർസ വന്നസ്ലാം, വിളകളും കൃഷികളും നശിപ്പിക്കുന്നവരെ, അതിനു വേണ്ടി പരിശ്രമിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാം, വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. നശീകരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബുണ്ടല്ലോ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. കൃഷിയിടങ്ങള് അതുപോലെ തന്നെ എന്താണ്, അവിടെയൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവൻ, നശിപ്പിക്കുന്നവൻ, വിളകളൊക്കെ നശിപ്പിക്കുന്നവൻ എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഇഷ്ടപ്പെടുന്നില്ല. ഭൂമിയിലെ നശീകരണം അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ. അതുകൊണ്ട് ഭൂമിയിലെ പച്ചപ്പുകളെ നമ്മൾ നീക്കം ചെയ്യരുത്, ഇല്ലാതാക്കരുത്. കാരണം അതൊക്കെ ഭൂമിയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. നമുക്ക് മഴ ലഭിക്കുന്നത് വേണ്ടിയുള്ള അത്യാവശ്യമാണ് അതൊക്കെ. അതുകൊണ്ട് അതൊന്നും നശിപ്പിച്ച് കളയരുതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പ്രകൃതിക്ക് സുന്ദരമാണ്, പ്രകൃതിക്ക് സുന്ദരമാണ് പച്ചപ്പുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും നശിപ്പിച്ച് കളയരുതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് ഭൂമിക്ക് കുഴപ്പം, പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യവും നാം ചെയ്യാൻ പാടില്ല, അത് അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നാം ഭൂമിയിൽ ധാരാളമായി കൃഷികൾ, വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക.